ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അവിടെ അഞ്ജനയുടെയും അജയുടെയും വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അമ്മയുടെ സൗന്ദര്യത്തെ പറ്റിയും അതുപോലെ അമ്മയുടെ സൗന്ദര്യം അവിടെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ സാഗറേട്ടൻ അമ്മയുടെ സൗന്ദര്യം കിട്ടിയിട്ടുണ്ടായിരുന്നെന്നും പറഞ്ഞു ഭവാനി നമ്മുടെ സൗഭാഗ്യവതി അമ്മയെ സോപ്പിടാനായിട്ട് നോക്കുക കേട്ടോ. അഞ്ജന, നിൻ്റെ അച്ഛൻ എന്നും അമ്മയുടെ കാര്യം പറയുമായിരുന്നു. ഒരു ദിവസം പോലും അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. ഞാൻ തമാശയ്ക്ക് പറയുമായിരുന്നു, നിങ്ങളുടെ അമ്മ എന്താ ദൈവമാണെന്ന്. അപ്പോൾ ഏട്ടൻ പറയും ഒരു സംശയവും വേണ്ടാന്ന്. അങ്ങനെ ഭവാനി അവിടെ കിടന്ന് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാം. എപ്പോൾ കണ്ടാലും അമ്മയെന്ന് വിളിച്ച് ഓടി വരുമായിരുന്നു അവൻ. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തരുമായിരുന്നു എന്ന് സൗഭാഗ്യവതി അമ്മ നേരം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരൊറ്റ നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്കൊരല്ലലും വരരുത്. ആരെയും നിശ്ചയം ആരെയും ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരുത്തിക്കരുത്. പിന്നെ ഈ നിശ്ചയം നീ ലീഡ് ചെയ്യണമെന്നൊക്കെ ഭവാനിയോട് പറയാം. അമ്മയല്ല, വല്യച്ഛൻ. വല്യച്ഛനല്ല ഇപ്പോൾ ഉള്ള അച്ഛനെന്ന് അഞ്ജന പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ സൗഭാഗ്യതമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ മോള് പറഞ്ഞ ശരിയാ, ഏട്ടൻ വേണം എല്ലാം ലീഡ് ചെയ്യാനെന്ന് സംഗീതയും പറഞ്ഞു. ഒരു മകളുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടതാണെന്ന് സംഗീത നേരം പറയാം കേട്ടോ. അഭിരാമിയായി ഏട്ടൻ അഞ്ജനയെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുക കേട്ടോ. രണ്ടു പേർക്കും അത് ആശ്വാസമാവും അല്ലേ ഭവാനി? അതെ അതെ, ഏതായാലും ആ ഒരു തീരുമാനം ഞാൻ ശരിവെച്ചുവെന്ന് മുത്തശ്ശി. സംഗീതേ, സാധാരണ അല്ലാത്തൊരു നിശ്ചയം നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരോട് പറഞ്ഞാലോ ചോദിച്ചപ്പം അതൊന്നും വേണ്ട, ഇവിടെ തലയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവന്മാരുടെ ക്ലീശ പരിപാടിയൊന്നും ഇവിടെ വേണ്ടാന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അജയും അതുപോലെ നമ്മുടെ സത്യനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സത്യനോട് ഇവരിത് പറയുമ്പോൾ, അമ്മ ഇതൊക്കെ തീരുമാനിക്കാനുള്ള സമയം ഇപ്പോഴാണോ? ഭൂമി അമ്മയുടെ സ്വന്തം മോളായിട്ട് അല്ലെങ്കിൽ ഈ വീട്ടിലൊരു അംഗമായിട്ടല്ലേ കണ്ടിരിക്കുന്നത്. ഭൂമിയുടെ അച്ഛൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് ചിത പോലും കൊളുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ, ഭൂമിയുടെ അച്ഛൻ മരിച്ചെങ്കിൽ ഭൂമിയുടെ അമ്മ തന്നെയല്ലേ അദ്ദേഹത്തെ കൊന്നതെന്ന് അഞ്ജനയും ഭവാനിയും കൂടെ ചോദിക്കുക. ഒരിക്കലും അത് തീരുമാനിക്കാറായിട്ടില്ല എന്ന് അജയ് അന്നേരം പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശരിയാണ്, ഞാൻ ഭൂമി എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് കാണുന്നത്. സംഗീതേ, ഒന്ന് 2 ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി സംസാരിക്കാം, അതുവരെ ആരും ഒന്നും പറയണ്ടെന്ന് സൗഭാഗ്യവതി അമ്മ പറഞ്ഞു. അപ്പോൾ അതേ, എന്നാൽ പിന്നെ പതാക താഴ്ത്തി 3 ദിവസം ദുഃഖാചരണം കൂടി അങ്ങ് ആചരിക്കേ. ഇനി ഭവാനി മനസ്സിൽ പറയുക. എന്താ ഭവാനി, നിനക്ക് വല്ല എതിർപ്പ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ലമ്മേ അത് മതിയെന്ന് പറയും. മോളെ വാ എന്ന് പറഞ്ഞ് മോളെയും കൂട്ടിക്കൊണ്ട് അവരങ്ങ് പോയി. ഇതേ സമയത്ത് അജയ് സ്റ്റേഷനിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പോയി. ഭൂമിയുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് സത്യനും അവിടെ നിന്ന് പോയി. അപ്പം അങ്ങനെ അവർ ആ സംസാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് മകളുമായിട്ട് വീടിനകത്തേക്ക് ചെന്നിട്ട് ഭവാനി, മോളെ നീ ശ്രദ്ധിച്ചോ, നീ കണ്ടോ, വല്യച്ഛൻ ഭൂമിയിലേക്ക് ചാഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതേ നഞ്ജനയും, അവൾ അയാളെ കൊണ്ടുപോകും, സമ്മതിക്കരുത്, അതിന് ജാഗ്രത വേണമെന്ന് പറഞ്ഞപ്പം ഞാനതല്ല ഏറ്റവും അമ്മയെന്ന് അഞ്ജന. അവൻ പറഞ്ഞത് കേട്ടോ അമ്മേ, അജയ് വല്യച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന്. ഈ വീട്ടിലൊരാളായിട്ടല്ലേ മുത്തശ്ശി അവളെ കാണുന്നതെന്ന് പറഞ്ഞത് അമ്മ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഒക്കെ ഉള്ളവേ മുത്തശ്ശി യെസ്സും പറഞ്ഞെന്നും പറഞ്ഞു അഞ്ജന. അപ്പം നീ അമ്മയെ വിശ്വസിക്കണം, അമ്മ പറയുന്നത് നീ അനുസരിക്കണം, എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ അത് ചെയ്തിരിക്കണം, രഹസ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുക. അടുത്ത ടാർഗറ്റ് ഭൂമിയാണെന്ന് പറയുമ്പം എന്ന് വെച്ചാൽ അവൾ ഈ വീടിൻ്റെ പടി കടക്കാൻ പാടില്ല എന്ന് ഭവാനി അഞ്ജനയോട് പറയുന്നു. അതിന് വേണ്ടുന്നത് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ ഭവാനി അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാട്ടോ. പോലീസ് സ്റ്റേഷനിലേക്ക് ഭൂമി വരുവാണ്. ഭൂമി വന്നപ്പോൾ എല്ലാവരും ഭൂമിയുടെ അരികിലേക്ക് ചെന്നു. ഈ കൊലയ്ക്ക് പിന്നിൽ ആരും ഉണ്ട് ഭൂമി, അത് അന്വേഷിക്കും. അംബിക ചേച്ചി അത് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അജയ് സാറിനെ കാണാൻ വന്നതല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു ഭൂമി. ചടങ്ങൊക്കെ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞ് ഭൂമി നിന്ന് കരയുക. എന്നാൽ ഭൂമി നിന്ന് സാറിനെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ കടയുടെ ഷട്ടറിൻ്റെ മുന്നിൽ അച്ചുവേട്ടൻ്റെ പടമൊക്കെ ഒട്ടിച്ച് അങ്ങനെ. അപ്പോൾ ദേ ഭൂമി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ, ഭൂമി മോളെ നീ സങ്കടപ്പെടേണ്ട, അമ്മ നിരപരാധിയാണെന്ന് തെളിയും, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞില്ല എന്ന് ഭൂമി അന്നേരം പറഞ്ഞു. ഞാൻ CI സാറിനെ ഒന്ന് അമ്മോളി ചെന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഭൂമിയെ പറഞ്ഞു വിടുക. ഭൂമി നേരെ അജയുടെ അടുത്തേക്ക് ചെന്നു. കാണണോ എന്ന് ചോദിച്ചപ്പം എനിക്ക് കാണണമെന്ന് ഭൂമി പറഞ്ഞു. ഞാൻ ഇന്നലെ ചെറിയൊരു രീതിയിൽ ചോദ്യം ചെയ്തു, കരച്ചിലാണ്, അധിക സമയവും എന്ന കാര്യം ഭൂമിയോട് പറയാം അജയ്. അമ്മ നിരപരാധിയാണെന്ന് പറയുമ്പോഴും അല്ല എന്നുള്ളതിന് തെളിവുകളൊന്നും ഇല്ല എന്നും അമ്മ അച്ഛനെ കൊല്ലുക എന്നുള്ള പ്രസക്ത ഭാഗം നിൽപ്പുണ്ടെന്നും പറഞ്ഞു. കിട്ടിയ എല്ലാ തെളിവും
പ്രതികൂലമാണെന്ന കാര്യവും അജയ് പറയാം. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് അറിയാനുള്ളത്. അതും കൂടി വന്നാലേ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ എന്ന് അജയ് പറയാം. മുറിയിൽ മറ്റൊരാളും കൂടി ഉണ്ടെന്നാണ് അമ്മ പറയുന്നത് എന്ന കാര്യം അജയ് പറഞ്ഞപ്പോൾ ഭൂമി ഞെട്ടി. അജയ് പറയുന്ന സത്യം കേട്ട് ഭൂമി ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ ഒരിത്. അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭൂമിയോട് അജയ് പറയുവാണ്. ഇത് കേട്ടപ്പോൾ ഭൂമിക്ക് ഭയങ്കരമായിട്ട് തലയ്ക്ക് മരപ്പ ഉണ്ടാകുന്നത്. അയാളുടെ മുഖം അമ്മ കണ്ടിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്നുള്ളത്. ആ സമയത്ത് ഞാൻ അമ്മയെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അതേ നമ്മുടെ ഭൂമി അമ്മയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു അജയായിട്ട് സംസാരിച്ചിട്ട്. ഭൂമി തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം അജയോട് പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഭൂമിയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അജയ്ക്കും സഹിക്കാനാകുന്നില്ല. അജയ്ക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. നമ്മുടെ അംബിക അന്നേരം അവിടെ സെല്ലിൽ ഇങ്ങനെ കിടക്കും. അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു വിളി. മോളെ കണ്ടപ്പോഴത്തേക്കും ചങ്ക് പൊട്ടുന്ന വേദനയോടെ നമ്മുടെ അംബിക ഏറ്റുവന്ന് മോളുടെ താടിയിലൊക്കെ ഇങ്ങനെ പിടിക്കുക, കവിളിലൊക്കെ. അമ്മയും മോളും ഭയങ്കര കരച്ചില്ല. ഇതിന് സാക്ഷ്യം വഹിച്ച എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ അമ്മയും മോളും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അംബിക ഇങ്ങനെ തൻ്റെ സങ്കടങ്ങൾ പറയുക, അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുവാണ്. അപ്പോൾ പോലീസുകാരൊക്കെ പറയുന്നത് അമ്മയാണ് അച്ഛനെ കൊന്നതെന്നാണെന്നും പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് പറയുന്നു. എൻ്റെ അച്ചുവേട്ടനെ എനിക്ക് കൊല്ലാൻ പറ്റുമോ, ഞാൻ കൊന്നെന്നാ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. ദേ 23 കൊല്ലായി എന്നെ പൊന്നുപോലെ നോക്കിയതാ എൻ്റെ അച്ചുവേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുക. എൻ്റെ അച്ചുവേട്ടനെ ഞാൻ കൊന്നുവെന്ന് ഇവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ അംബിക. ഇതിലും വലിയ എന്ത് ശിക്ഷയാണ് അമ്മയ്ക്ക് ഇനി വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അംബിക ഇങ്ങനെ ഭൂമിയോട് പറയുക കേട്ടോ. കരയല്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി അമ്മയെ സമാധാനിപ്പിക്കുന്നു. പോലീസുകാരെല്ലാം നിറകണ്ണുകളോടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അമ്മയുടെ മോളുടെ അവസ്ഥ കണ്ടിട്ട്. മോളെ ഒരു വട്ടം മോളെ അമ്മയോട് പറഞ്ഞാൽ മതി, അങ്ങനെ അമ്മ ചെയ്യില്ല എന്ന്. അപ്പം അത് കേട്ടപ്പോൾ ഭൂമി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് ഭയങ്കര കരച്ചിൽ. അങ്ങനെ പറഞ്ഞാലേ എൻ്റെ അമ്മയ്ക്ക് വിശ്വാസം ആവുള്ളൂ എന്ന് ഭൂമി അന്നേരം ചോദിക്കുമോ. അപ്പോൾ മോളുടെ മനസ്സറിയാത്ത അമ്മയാണോ ഇത്, മുഖത്ത് നോക്കമ്മേ, ഈ മോളെ എൻ്റെ അമ്മയ്ക്ക് അറിയില്ല എന്ന് ചോദിക്കുമോ. അമ്മയ്ക്ക് അറിയാം അമ്മയുടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ നമ്മുടെ അംബിക. അമ്മ ധൈര്യമായിട്ടിരിക്കുക, എൻ്റെ അമ്മയെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്താ അന്ന് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അംബിക വിവരങ്ങളെല്ലാം നമ്മുടെ ഭൂമിയോട് പറയുക. അപ്പം ഞാനിവിടെ വന്നത് CI സാറിനെ കാണാനാണെന്നും സാറിനെ കണ്ട് സംസാരിക്കുകയും ചെയ്യുമെന്നും പറയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അച്ഛനെ കിട്ടുമെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഭൂമി പറയുക കേട്ടോ. അതൊക്കെ കേട്ട് അംബിക ഭയങ്കര കരച്ചില്ലേ, അംബികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മയെ വിടണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പം സാറ് സമ്മതിച്ചിട്ടുണ്ടമ്മയെന്ന് പറഞ്ഞു. എൻ്റെ മോക്ക് ആരോടെ സഹായത്തിനുള്ളത് എന്നൊക്കെ അംബിക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഭൂമി ഭയങ്കര കരച്ചിൽ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. എന്നിട്ട് എൻ്റെ അമ്മയെ ഞാൻ പുറത്ത് കൊണ്ടുവരും, ഈ ഭൂമി കൊണ്ടുവരും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ ഭൂമി അവിടെ നിന്ന് അങ്ങ് പോണു. അംബികയാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്ന അച്ചുവേട്ടൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അച്ചുവേട്ടനെ ഇങ്ങനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. ആ സമയത്ത് അച്ഛനൊരു ഉമ്മ തന്നിട്ട് പൊടി മോളെ എന്ന് അച്ചുവേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് തിരക്കുള്ളത് കൊണ്ടല്ലേ അച്ഛാ, ഞാൻ പോയിട്ട് വന്നിട്ട് 1000 ഉമ്മ തരാമെന്ന് അന്ന് ഭൂമി പറഞ്ഞിരുന്നല്ലോ. അതോർത്ത് ചങ്ക് പൊട്ടി ഭൂമിയാണെങ്കിൽ അച്ഛന് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് അച്ഛനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ആ ഒരു ചിതയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും ചങ്ക് പൊട്ടി കരയാണ്. അതിനുശേഷം നമ്മുടെ ഭൂമി അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി. അജയ്, അതുപോലെ സത്യൻ, അവരെല്ലാവരും ഉണ്ട്. അതുപോലെ കൂട്ടുകാർ ഒക്കെയുണ്ട്. എല്ലാവരും ഇങ്ങനെ ആകെ വിഷമിച്ച് തകർന്ന് നിൽക്കുകയാണ്. പിന്നെ ദേ നമ്മുടെ അംബികയും കൊണ്ട് പോലീസുകാരങ്ങ് പോയി. അതിനുശേഷം നമ്മുടെ ഭൂമി വീട്ടിലേക്ക് വന്നു. അച്ഛൻ്റെ ആ ഒരു കാറുണ്ടല്ലോ, ആ കാറിനകത്ത് കയറിയിരുന്ന് ചങ്ക് പൊട്ടി കരയുന്നു. എന്നിട്ട് അച്ഛൻ മോളെ ഡ്രൈവിങ് പഠിപ്പിച്ചതും അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ അച്ഛൻ മോളെ വഴക്ക് പറഞ്ഞത്, ഡ്രൈവിങ് പഠിപ്പിച്ചത്, അച്ഛൻ മോള് അവരുടെ ആ ഒരു ആത്മബന്ധം, ഇതൊക്കെ ഇങ്ങനെ സ്വയം ആലോചിച്ച് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു നമ്മുടെ ഭൂമി, ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഭൂമിയുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും അമ്മയല്ല അച്ഛനെ കൊന്നതെന്നുള്ളത് കണ്ടെത്തുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഭൂമി ഇങ്ങനെ ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ രീതിയിലാണ് കഥ വരുന്നതെന്നും
ഭൂമി എങ്ങനെയാണ് അജയുടെ ജീവിതത്തിലേക്ക് കടന്നെത്തുന്നതെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും see you.